നന്ദി ഹിൽസ് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിലേക്ക് വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ബാംഗ്ലൂർ വരുമ്പോൾ നന്ദി ഹിൽസ് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എങ്ങനെ പോകാം, ഏത് റൂട്ടാണ് ബെറ്റർ, ഞങ്ങൾ എങ്ങനെയാണ് പോയത്, പിന്നെ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ സന്തോഷം. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 61 കിലോമീറ്റർ ദൂരത്തിലാണ് നന്ദി ഹിൽസ്. ഹൈവേ വഴിയാണ് പോകേണ്ടത്. റോഡുകളെല്ലാം വളരെ സ്മൂത്താണ്. ആദ്യം കേൾക്കുമ്പോൾ ഇത്രയും ദൂരമോ എന്നൊക്കെ തോന്നാം, പക്ഷേ കൊച്ചിയിൽ നിന്നും തൃശ്ശൂർ വരെ പോകുന്ന ഡിസ്റ്റൻസ് ആണുള്ളത്. റോഡ് വളരെ സ്മൂത്ത് ആയതുകൊണ്ട് ജേണി ഒട്ടും ടയറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഞങ്ങൾ ബുള്ളറ്റിലാണ് കേട്ടോ പോയത്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ സമയം സെറ്റ് ചെയ്ത് ഇറങ്ങിയതും. ഇടയ്ക്ക് ചെറിയ ടീ ബ്രേക്ക് എടുക്കാൻ നല്ല സ്പോട്ട്സ് ഉണ്ട്. ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് നല്ല അടിപൊളി ചൂട് ജിഞ്ചർ ടീ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെയും യാത്ര തുടങ്ങിയത്. രാവിലെയുള്ള റൈഡ് ആയതുകൊണ്ട് ചായ ശരിക്കും ഒരു റിഫ്രഷിംഗ് ആയിരുന്നു. നല്ല ഇഞ്ചി ചായ. എൻഎച്ച് കൂടി വന്നതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. വളവും തിരിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയി പോയിരുന്നു. ഒരു പകുതി കൂടുതൽ കഴിഞ്ഞില്ലേ നമ്മള്? പകുതി കൂടുതൽ കഴിഞ്ഞു. അപ്പൊ നമുക്കിനി യാത്ര വീണ്ടും തുടങ്ങാം. കമോ. അങ്ങനെ ഒരു ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര തിരിച്ചു. നിങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ നിന്ന് നന്ദി ഹിൽസ് എത്താൻ എത്ര സമയം എടുക്കുമെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് സൺറൈസ് കാണാനാണ് പ്ലാനെങ്കിൽ സൺറൈസ് ടൈമിംഗ് നോക്കി നിങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ 6 മണിക്കാണ് നന്ദി ഹിൽസിലേക്കുള്ള ഗട്ട് റോഡ് ഓപ്പൺ ചെയ്യുന്നത്. വൈകിട്ട് 6 മണിക്ക് അത് ക്ലോസും ചെയ്യും. ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വയനാട് അല്ലെങ്കിൽ ഒരു മൂന്നാർ പോയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നന്ദി ഹിൽസ് റോഡിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നന്ദി ഹിൽസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൈസ കയ്യിൽ കരുതണം. കാര്യം ഫോൺ പേയ്മെൻറ്റ് എപ്പോഴും നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല. സോ ജസ്റ്റ് ടു ബി സേഫ് ഒരു 500 മുതൽ 1000 രൂപ വരെ ചേഞ്ച് കയ്യിൽ വെച്ചാൽ മതി. ടിക്കറ്റ് ചാർജും ചെറിയ സ്നാക്സും ഫുഡും ഇതൊക്കെ കവർ ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. നന്ദി ഹിൽസിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഊബറും ചൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു അറ്റ്മോസ്ഫിയറാണ് നന്ദി ഹിൽസിലേക്കുള്ളത്. മെയിൻ റോഡ് കുറച്ചു ദൂരം പോയാലാണ് നന്ദി ഹിൽസിലേക്കുള്ള ഈ ഗട്ട് റോഡ് കാണുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ റൂട്ട് കൃത്യമായി കാണിച്ചു തരും. നന്ദി ഹിൽസിലേക്കുള്ള ഗട്ട് റോഡ് വഴി നമുക്ക് ആസ്വദിക്കാം. നന്ദി ഹിൽസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലഗേജ് സ്റ്റോർ ചെയ്യാൻ ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ലഗേജ് അവിടെ വച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. കണ്ണ് കാണാൻ പാടില്ലാത്ത അത്രയും കോടാ. രാവിലെ എണീറ്റതിന് ഒരു ആശ്വാസമായി. ഹെൽമറ്റ് വർത്ത് ദ വെയിറ്റ്. ചേഞ്ച് കൊണ്ടുവരണം. കാര്യം റേഞ്ച് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചേഞ്ച് കൊണ്ടുവരണം. ഓക്കെ, എത്ര രൂപ ടിക്കറ്റ് കാണിക്കും? 2 വീലറിന് 30. കഴിവതും 2 വീലറിൽ വരാൻ ശ്രമിക്കുക. 2 വീലറിന് പെട്ടെന്ന് പറഞ്ഞു വിടും. കാറൊക്കെ ബാക്കി കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്ദി ഹിൽസിൽ വരുവാണെങ്കിൽ 2 വീലറിൽ വരിക. അതിൻ്റെ ചേഞ്ച് കരുതുക. ഓക്കെ, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട്. ഓരോ സ്പോട്ടിലേക്കും ഡയറക്ഷൻ ബോർഡ്സ് അവർ വച്ചിട്ടുണ്ട്. സോ ഈസിയായി എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു മിനി ട്രക്കിംഗ് ഫീല് കൂടി നമുക്ക് കിട്ടും.
ഞങ്ങളെത്തുമ്പോൾ ക്ലൈമറ്റ് വളരെ നൈസായിരുന്നു കേട്ടോ. നല്ല കാറ്റും മഞ്ഞും. വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഫീല് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സെഞ്ചുറിയിൽ ഗംഗാ ഡൈനാസ്റ്റിയുടെ ഭാഗമായിരുന്നു. 11th സെഞ്ചുറിയിൽ ചോളാസ് ഈ സ്ഥലം ചോള രാജാക്കന്മാർ ഇത് ഏറ്റെടുത്തു മീൻസ് ഒക്യുപ്പ് ചെയ്തു. എന്നിട്ട് അവരിവിടെ യോഗനന്ദീശ്വര ടെമ്പിൾ കിട്ടി. അപ്പോൾ അത് രാജരാജേന്ദ്ര ചോളനും കുലോത്തുംഗ ചോളനും അവരുടെ സപ്പോർട്ടോടുകൂടി അമ്പലം കിട്ടി. 11th 14th സെഞ്ചുറി ആയപ്പോൾ ഇത് ഹൊയ്സാല വിജയനഗര സാമ്രാജ്യം. എന്നിട്ട് ഹംപി അറിയാൻ പാടില്ല. ഹംപി അത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ബാക്കി. അതേപോലെ തന്നെ ഹൊയ്സാല വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് 11th 4th സെഞ്ചുറിയിലായി. അതിന് ശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഫോളിന് ശേഷം ലോക്കൽ പാലേഗാസ് ഇവിടെ ഒരു ഫോർട്ട് വാള് കെട്ടി. ലോക്കൽ പാലേഗാസ് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ലോക്കൽ ഇതായിരിക്കും. സാംബാജി ശിവജിയുടെ മകൻ സാംബാജി ഹില്ല് കുറച്ച് ആൾ പിടിച്ചടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1791 നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിൽ ഈ സാധനം അങ്ങനെയായി. പിന്നെ 1914 മൈസൂരിലെ ദിവാൻ ഇത് ഏറ്റെടുത്തു. ഇപ്പം നമ്മൾ കാണുന്ന ലെവലിലേക്ക് 1956 തൊട്ട് ഫോർമേഷൻ നടന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ കീഴിൽ ആഫ്റ്റർ ഫ്രീഡം. അതാണ് സംഭവം നടന്നത്. അല്ല ട്രാവല് പുറത്താണ്. അതൊന്നും പറയുന്നത് ഈ വൈബ് വേറെ കിട്ടാൻ ഞാൻ സത്യം പറഞ്ഞു ഈ ഒരു മഞ്ഞ് ഈ സാധനം ഫേസ് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ശരിക്കും കൊടൈക്കനാൽ എപ്പോഴോ പോയപ്പോഴാണ്. പക്ഷെ അതൊന്നുമല്ല, ഇത് വേറൊരു ഫീലാണ്. അത് അതുമായിട്ടൊന്നും റിലേറ്റ് ചെയ്യാനേ പറ്റില്ല. ഇത് മൊത്തത്തിൽ വേറൊരു ഫീലാണ്. ഒരു എന്താ പറയുക, സെറൈനിറ്റി എന്ന് പറഞ്ഞ വാക്ക് കറക്റ്റാണ്. കൈൻഡ് ഓഫ് ഒരു നല്ല ഒരു രസമുണ്ട്, ഒരു വൈബ് അല്ലേ. മൊത്തം ഒരു പീസ്, ഒരു കൈൻഡ് ഓഫ് ഇത്ര ആൾക്കാരോടെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ അകത്തൊരു ഒറ്റയ്ക്ക് നമ്മളാണ് എന്നൊരു തോന്നുന്നത്, ഒരു ഇൻഡിവിജ്വാലിറ്റി. അതൊരു രസമുള്ളത്. നമ്മൾ 2 അവർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇന്നലെ 1 മണിക്കൂർ ഇറങ്ങിയുള്ളൂ. നമ്മള് അവിടെ ഇന്നലെ വീഡിയോയിൽ കണ്ടില്ല. അതുപോലെ അവിടെയൊക്കെ പോയതിന് ശേഷം നമ്മൾ ലുലുവിൽ പോയിട്ടൊരു സിനിമയൊക്കെ കണ്ടു. 10:30 ഷോ ഒക്കെ കണ്ടിട്ട് രാത്രി 1 മണിയായി റൂം എത്തിയപ്പോൾ. 3 മണിക്ക് എണീക്കണമായിരുന്നു. 1 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയുള്ളൂ. പക്ഷെ ഈ ഒരു ആംബിയൻസ് മിസ്സാക്കണ്ടെന്ന് തോന്നി. മിസ്സാക്കണ്ടെന്ന് തോന്നി. ഞങ്ങള് 3 മണിക്ക് തന്നെ എണീറ്റ് റെഡിയായി ഇങ്ങ് പോകുന്നു. പാരാഗ്ലൈഡിങ് ഉണ്ട്. ഇവിടെ താമസ സൗകര്യവും ഉണ്ട്. കോട്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇത് റൺ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് കർണാടക. അതെ. അപ്പൊ നമ്മൾ പതുക്കെ ഇവിടുന്ന് ചലിക്കാൻ പോവാ. ഓക്കെ. നിങ്ങൾ നന്ദി ഹിൽസിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ സ്വന്തമായിട്ടുള്ള വണ്ടിയിൽ നിങ്ങൾക്ക് എത്താം, ഇല്ലെങ്കിൽ KSRTC ബസ് ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. നന്ദി ഹിൽസ് എന്ന ബോർഡുള്ള ബസ് നോക്കി നിങ്ങൾക്ക് കയറാം. അതുപോലെ അടുത്ത ബസ്സിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റും. ഇവിടെ ഗവൺമെൻറ് റെസ്റ്റോറൻറ്റും പ്രൈവറ്റ് ഷോപ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഹിഡൻ ജെമ്മ് പോലെ ഫീൽ ചെയ്യുന്ന മഞ്ഞിൽ പൊതിഞ്ഞ ഒരു ചെറിയ ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് കല്ലിൽ ഉണ്ടാക്കിയെടുത്തൊരു അമ്പലമാണ്. ഭയങ്കര രസമുണ്ട്. നമ്മൾ സാധാ ഒരു ഫീലല്ല. കാര്യം മൊത്തം മഞ്ഞ് മൂടി നിൽക്കുന്ന അമ്പലം. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. കേട്ടോ, ഇവിടുത്തെ ഒരു കുളമാണ്. ലോക നന്ദീശ്വര ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിന്റെ പേര്. മൊത്തം കല്ലിലുണ്ടാക്കിയിരിക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ അമ്പലം. തെളിഞ്ഞു മാനസമേ ഇനി പാടൂ.
Two days ബാംഗ്ലൂർ എന്തായാലും വി എക്സ്പ്ലോർഡ്. കല്ലിലെ ചെരുപ്പില്ലാതെ നടന്നിട്ട് ഭയങ്കര തണുപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. ഇനി താഴോട്ട് നടക്കണം. നമ്മൾ ഇത്ര നേരം നിന്നിരുന്നത് ഈ അമ്പലമാണ്. മൊത്തം കോടമഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുവാണ്. ഭയങ്കരമാണ് കാഴ്ചക്ക്, ഒരു രക്ഷയില്ല. ആൻഡ് ദിസ് ഈസ് എ വ്യൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. ഒന്നുമില്ല, ഒരു വെള്ളം, കാറ്റ്. ഇത് പ്രകൃതി കരിഞ്ഞനുഗ്രഹിച്ച് നമ്മൾ നൽകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. ഒന്നും നേരം വെളുത്ത്, അതായത് നമ്മൾ നേരം വെളുത്ത് ഈ ഉറക്കം കളഞ്ഞ് ഇവിടം വരെ ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇവിടെ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് ഒരു മടിയുടെ പേരിൽ നമ്മൾ വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ലാത്ത ഒന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് മാക്സിമം ഒത്തിരി ഈ നമ്മളിത്ര ദൂരം ട്രാവൽ ചെയ്ത് വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്ന് രാവിലെ എഴുന്നേറ്റ് അതിനെല്ലാം വർത്താണിത്. ഒരു മടിയുടെ പേരിലും ഉപേക്ഷിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്ന് എന്ന് ഞാൻ പറയും. എന്തായാലും ഇവിടെ വരുന്ന മലയാളികൾ, ബാംഗ്ലൂർ വരുന്നവരെല്ലാവരും പറ്റുമെങ്കിൽ മാക്സിമം ട്രാവൽ ചെയ്ത് നോക്കുക. ഇങ്ങോട്ടേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഷെയർ ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ടു ഗുഡ്. ബാംഗ്ലൂർ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് നന്ദി ഹിൽസ്. ഓവറോൾ പറയുകയാണെങ്കിൽ നന്ദി ഹിൽസ് ഡെഫിനറ്റ്ലി വർത്ത് വിസിറ്റിംഗ് ആണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും കൂൾ വെതറും മിസ്റ്റും സൺറൈസ് വ്യൂവും എല്ലാം ചേർന്ന് റിയലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ബാംഗ്ലൂർ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. സോ നെക്സ്റ്റ് ടൈം ബാംഗ്ലൂർ വരുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട നന്ദി ഹിൽസ്.